ശ്രീ പി കൃഷ്ണദാസ്, JPC അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അദാനി കുംഭകോണം എന്ന പ്രയോഗമാണ് പ്രതിപക്ഷം നടത്തിയിരിക്കുന്നത്. മറുപടിയുണ്ടോ? നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരടക്കമുള്ള മുഴുവൻ ആളുകളും വിശ്വസിക്കുന്ന ഒരു സംവിധാനമാണ് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രക്രിയകളും അതിൻ്റെ സംവിധാനങ്ങളുമെല്ലാം. അതിനെ തകർക്കുന്നതിന് വേണ്ടി വളരെ കാലങ്ങളായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായി പുറത്തുവിടുന്ന സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, എത്രയോ നാളുകൾ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടങ്ങളിലാണെങ്കിലും അതിന് ഇടയിൽ BJPയുടെ ഭരണകാലഘട്ടങ്ങളിലാണെങ്കിലും ഒക്കെ അതിന് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. പലപ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ഓഹരി വിപണിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി ഇടപെടലുകൾ പല ഘട്ടങ്ങളിൽ പല തരത്തിൽ പല രൂപത്തിൽ നാം കണ്ടിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ, നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ ഓഹരി വിപണിയിൽ ഇടപാടുകൾ നടത്തുന്ന ആളുകൾ അഴിമതി കാണിക്കുന്നു, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്രിമങ്ങൾ നടക്കുന്നു. ആ തരത്തിൽ നിരവധി ആരോപണങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ളത് ഹിൻഡൻബർഗ് പുറത്തുവിട്ടിട്ടുള്ള കഴിഞ്ഞ ജാനുവരിയിലും മാർച്ചിലുമെല്ലാം അവർ പുറത്തുവിട്ട പല പല വിവരങ്ങൾ. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ സെബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയും സുപ്രീം കോടതിയിൽ അതിൻ്റെ കേസ് വരികയും അതിൽ കൃത്യമായ അന്വേഷണം നടത്തി സെബി കുറ്റവിമുക്തമാക്കി, അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള റിപ്പോർട്ട് എന്താണ് പറഞ്ഞത്? സുപ്രീം കോടതി അതിന് വെച്ചിട്ടുള്ള സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെബി ഏതെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചു എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയോ? ഇല്ലല്ലോ. അങ്ങനെ തന്നെയാണ്. സെബിക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. സെബിയുടെ നടത്തിപ്പിന്റെ മുഖ്യ ചുമതലയുള്ള വ്യക്തിക്കെതിരെയാണ് ആരോപണം ഉയരുന്നത്. അല്ല, ഞാനതിലേക്ക് വരട്ടെ. ഞാനതിലേക്കൊന്നും വന്നിട്ടില്ല, ഞാനതിലേക്ക് വരാൻ പോകുന്നേയുള്ളൂ. സെബി അതിൻ്റെ അന്വേഷണം നടത്തി. സെബി നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ യാതൊരു കുഴപ്പവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും കണ്ടെത്തിയില്ല. അതിൻ്റെ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വം അന്വേഷണമെല്ലാം സെബിയാണ് നടത്തേണ്ടതെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംവിധാനങ്ങളെല്ലാം അന്വേഷിക്കുകയും അതിൽ യാതൊരു തരത്തിലുള്ള കൃത്രിമവും നടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ, അതിൽ വിശ്വാസമുണ്ടാകട്ടെ, വിശ്വാസമില്ലാതിരിക്കട്ടെ, അതിൽ ആരോപണങ്ങൾ ഉണ്ടാവട്ടെ, പ്രത്യാരോപണങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാം നടക്കട്ടെ. പക്ഷേ അതേസമയം സെബി ഇതിൻ്റെ ഇടയിൽ തന്നെ ഹിൻഡൻബർഗിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അനധികൃതമായി ഇടപെടുകയും കൃത്രിമത്വം സൃഷ്ടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മാർക്കറ്റിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് നോട്ടീസ് നൽകി. ആ നോട്ടീസ് നൽകിയതിന് ശേഷം ഇപ്പോൾ അവർ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അവർ പുറത്തേക്ക് വിടുന്ന വിവരങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് സെബിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് സെബിയുടെ വിശ്വാസ്യത ഇല്ലാതെയാക്കുക, നമ്മുടെ രാജ്യത്തെ പൊതുജനങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്ന, പൊതുജനങ്ങൾ മുഴുവൻ അവരുടെ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന സുതാര്യതയെക്കുറിച്ചുള്ള വിശ്വാസ്യത ഇല്ലാതെയാക്കുക. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നേറ്റത്തെ, പ്രത്യേകിച്ച് ലോക സാമ്പത്തിക ക്രമത്തിൽ ഇന്ത്യ മുന്നോട്ട് വരുന്ന, ഇന്ത്യക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന വ്യാവസായിക വളർച്ച, ഇന്ത്യക്കുണ്ടാകുന്ന സാമ്പത്തിക സ്ഥിരത. കൃഷ്ണദാസ്, ഇത് എളുപ്പത്തിലുള്ള മറുപടിയാണ്. അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട, സർക്കാർ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുമ്പോൾ അത് രാജ്യത്തിനെതിരായ രാജ്യദ്രോഹം നിറഞ്ഞ ആരോപണമാണെന്ന് പറയുക. ഇപ്പോൾ മന്ത്രിമാർക്ക് പ്രിയപ്പെട്ട ആൾക്കെതിരെ വരുന്ന ആരോപണവും ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കുക. ഇത് വ്യക്തി അധിക്ഷേപമാണ് എന്ന് മാധബി ബുഷ് പറയുക. ഇതൊക്കെ എളുപ്പത്തിലുള്ള മറുപടിയാണ്. പക്ഷേ വിസിൽ ബ്ലോഗർമാർ പുറത്തുവിട്ട വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനൊരു മറുപടിയല്ലേ വേണ്ടത്? ഇതിപ്പോൾ ഇന്ത്യക്കെതിരെ മാത്രമാണോ? ഹിൻഡൻബർഗ് എന്നുള്ളത് അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനവും ഷോർട്ട് സെല്ലറുമാണ്. ഇവർ പല കാര്യങ്ങളിലും അന്വേഷണം നടത്തി വിവരങ്ങൾ പുറത്തുവിടുന്നു. ഇന്ത്യക്കെതിരെ മാത്രമല്ലെന്നേ. നേരത്തെ ചൈനയുമായി ബന്ധപ്പെട്ട കമ്പനികളുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അമേരിക്കയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനി ജിക്കോളിനെതിരെ 2020 സെപ്റ്റംബറിൽ വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. ചൈന ആസ്ഥാനമായ ചെറുകിട ബിസിനസ് ലെൻഡർ ഫിനാൻസിനെതിരെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കോടതിക്ക് വരെ ചില കാര്യങ്ങൾ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു രാജ്യത്തെ തകർക്കുക, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംവിധാനം തകർക്കുക എന്ന രീതിയിലല്ല, വിവിധ രാജ്യങ്ങളിലെ ഓഹരി ക്രമക്കേടുകളാണ് ഇവർ പുറത്തു കൊണ്ടുവരുന്നത്. നമുക്ക് ഈ ഉയരുന്ന ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി കൊടുക്കുകയല്ലേ വേണ്ടത് ശ്രീ കൃഷ്ണദാസ്? അല്ലാതെ ഇത് കാടടച്ച് ഞങ്ങളെ തകർക്കാൻ വേണ്ടി എന്നുള്ള മറുപടി വളരെ എളുപ്പത്തിലുള്ള മറുപടിയല്ലേ? സ്മൃതി, നമ്മൾ ആർക്കാ മറുപടി കൊടുക്കേണ്ടത്? ആരാണ് ഹിൻഡൻബർഗ്? ജനത്തിനോട്. ഓഹരി നിക്ഷേപകർക്ക് ആശങ്കയില്ലേ? അല്ല, ഞാനൊന്ന് പറയട്ടെ, എന്റെ ഭാഗം ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ശരി, പറഞ്ഞോളൂ. നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ ലഭിക്കുന്ന വിവരമല്ലേ പുറത്തേക്ക് കൊടുക്കേണ്ടത്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ? ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അങ്ങ് പറഞ്ഞത് ഞങ്ങളെല്ലാം കേട്ടല്ലോ.
അങ്ങയുടെ നിരീക്ഷണം ഞങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ. ഇനി ഞാനൊന്ന് പറയട്ടെ. അങ്ങയുടെ നിരീക്ഷണം ഞാൻ കൃത്യമായി മനസ്സിലാക്കിയല്ലോ. ഇനി ഞാനൊന്ന് പറയട്ടെ. സെബി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കും കൊടുത്തല്ലോ. അതിൽ യാതൊരു വ്യത്യാസവും കണ്ടെത്തിയില്ലല്ലോ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മളെല്ലാം ഈ വെള്ളപൂശിക്കൊണ്ട് ആ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന സംവിധാനത്തെ നമ്മളെല്ലാം വെള്ളപൂശിക്കൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. എന്താ അവർ ചെയ്യുന്ന പണി? അതാണല്ലോ ആദ്യം നോക്കേണ്ടത്. എന്താ ഇവരുടെ ഇടപാടുകൾ? ഹിൻഡൻബർഗിനെ കുറിച്ച് വിക്കിപീഡിയയിൽ വന്നിട്ടുള്ള ഒരൊറ്റ വാചകം അയച്ച് ഞാൻ അവസാനിപ്പിക്കാം. Hindenburg Research prepares an investigation report on a target company by going through its public records, internal corporate documents, and by taking its own employees. The report is then circulated to the Hindenburg Limited partners, who together with Hindenburg take a short position in the target company before publicly releasing the report. Hindenburg takes profits if the target company share price declines. എന്താ ഇവർ ചെയ്യുന്നത്? ഷെയർ മാർക്കറ്റിൽ നടത്തുന്ന ഇടപെടലുകളിലൂടെ അവരുടെ ടാർഗറ്റ് കമ്പനിക്ക് അതിൻ്റെ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിൽ ഈ ഏറ്റുകച്ചവടക്കാർ നടത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതായത് ഒരു കമ്പനി തകരുമ്പോൾ അതിൻ്റെ ഷെയർ ഡിക്ലൈൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മറ്റൊരു കമ്പനിക്ക് കിട്ടട്ടെ എന്ന് പറയുന്ന ഒരു കച്ചവടത്തിനിടയിൽ നടക്കുന്ന ഒരു കമ്മീഷൻ ഇടപാടുണ്ടല്ലോ. ആ ഇടപാട് നടത്തുന്ന കമ്പനി ഒരു പ്രൈവറ്റ് സ്ഥാപനം പുറത്തുവിടുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ച്, അന്വേഷണ സംവിധാനത്തെ സംബന്ധിച്ച്, ഷെയർ മാർക്കറ്റ് സംവിധാനത്തെ സംബന്ധിച്ച് നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനം അത് വിറ്റ് കാശുണ്ടാക്കുകയാണ്. അവരേതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ അമേരിക്കയാണെങ്കിലും ചൈനയാണെങ്കിലും ഏത് സംവിധാനമാണെങ്കിലും ആ രാജ്യത്തെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നമായിട്ടുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തൊഴിലെടുക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന കമ്പനികളുടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഷെയർ എപ്പോഴാണോ ഇടിയുന്നത്, ആ ഇടിയുമ്പോൾ തങ്ങളുടെ ടാർഗറ്റഡ് കമ്പനി ഏതാണ്? ആ കമ്പനികൾ ചെയ്യുന്നത് ആ ടാർഗറ്റഡ് കമ്പനിക്ക് ഞാനത് പൂർത്തിയാകട്ടെ, ആദ്യം കിട്ടുന്ന അവർ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ കമ്പനിയിലെ ഷോർട്ട് ഷെയറുകൾ വാങ്ങുന്നു. ആ ഷെയറുകളുടെ അടിസ്ഥാനത്തിൽ എവിടെയാണോ ഷെയർ ഡിക്ലൈൻ ചെയ്യുന്നത് ആ ഷെയർ ഡിക്ലൈൻ ചെയ്യുന്ന സംവിധാനത്തിലേക്ക് തങ്ങളുടെ പ്രോഫിറ്റ് ഉയർത്താൻ കഴിയുമോ എന്നുള്ള ഒരു ഏറ്റുകച്ചവടം നടത്തുന്ന സ്ഥാപനം മാത്രമാണ് ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ JPC അന്വേഷണത്തിന് എന്തിനു ഭയക്കണം? നമുക്കിവിടെ ഒരു JPC അന്വേഷണമാകാമല്ലോ. ആര് ഭയക്കുന്നു? എന്താണ് നടത്താത്തത്? എന്താണ് ഇതുവരെ എസ്മൂളാത്തത്? എന്താണ് മിണ്ടാത്തത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? JPC അന്വേഷണമാകണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ എന്താണ് മറുപടി വൈകുന്നത്? എവിടെ മറുപടി വൈകി? അതിനുള്ള സമയം വല്ലതുമായിട്ടുണ്ടോ? ഇന്നലെ പുറത്തു വന്നൊരു റിപ്പോർട്ടിന് ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടിന്മേൽ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം, പ്രതിപക്ഷ നേതാക്കളുടെ മുഴുവൻ പ്രതികരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷത്തിന് അങ്ങനെ പല അജണ്ട ഉണ്ടാവുമെന്ന് പ്രതിപക്ഷത്തിന്റെ ആശങ്ക മുഖവിലേക്ക് എടുക്കേണ്ടി വരും. പഴയതുപോലെയല്ല, എപ്പോഴത്തെ പോലെ തന്നെയാണ്. പ്രതിപക്ഷത്തിൻ്റെ ആശങ്കകൾ ഇപ്പോൾ മാത്രമല്ല എപ്പോഴും മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ആശങ്കകൾ മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാ പാർട്ടികളുടെയും എല്ലാ സംവിധാനങ്ങളുടെയും എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളുടെയും കോടതികളടക്കമുള്ള നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ സാധാരണക്കാർ വിശ്വസിക്കുന്ന എല്ലാ സംവിധാനങ്ങളുടെയും, അത് പ്രതിപക്ഷമാണെങ്കിൽ പ്രതിപക്ഷം, എല്ലാ സംവിധാനങ്ങളുടെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ലേ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനൊരു അന്വേഷണത്തിന് മടിയില്ലെന്ന സൂചനയാണോ താങ്കൾ നൽകുന്നത്? അത് തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ലോ, അത് തീരുമാനിക്കേണ്ടത് സർക്കാരല്ലേ. അത് പാർലമെന്റുമായി ബന്ധപ്പെട്ട് താങ്കൾക്കും അറിയാമായിരിക്കുമല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, സർക്കാരിന്റെ നിലപാട് തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും നടക്കുന്ന ചർച്ചകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായി. ഒന്നാമത്തെ കാര്യം, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, അദാനിയുമായി ബന്ധപ്പെട്ട് നേരത്തെ മോദിയുമായി അദാനിയുടെ ബന്ധം, അദാനിക്ക് കിട്ടുന്ന കരാറുകൾ, അദാനി എങ്ങനെ രാജ്യത്തെ മുഴുവൻ വാങ്ങിയിരിക്കുന്നു എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് തുടർച്ചയായി വരുന്നുണ്ട്. അതുമായി ചേർത്ത് വെച്ച് വേണം പുതിയ ആരോപണങ്ങളെ വായിക്കാൻ. അവിടെയാണ് പല ബന്ധങ്ങളും പല കണക്ഷൻസും പല പേരുകളും ഉയർന്നു വരുന്നത്. അതിൽ വ്യക്തമായ മറുപടിയാണ് വേണ്ടത് പി കൃഷ്ണദാസ്. അല്ലാതെ മറുചോദ്യം കൊണ്ട് അതൊരു രാജ്യാന്തര ഗൂഢാലോചന എന്ന മട്ടിൽ പറയുമ്പോൾ അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന് പറയാൻ അവിടേക്ക് മോദിക്ക് പോകാൻ പറ്റിയല്ലോ അല്ലേ? അപ്പോൾ അമേരിക്ക സ്വന്തമാണല്ലോ. അപ്പോഴെങ്ങനെയാണ് അത് അങ്ങനെയാവുന്നത്? അപ്പോഴെങ്ങനെയാണ് അത് രാജ്യാന്തര ഗൂഢാലോചനയാകുന്നത്? ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് അമേരിക്ക സ്വന്തമാണല്ലോ. അമേരിക്കയിലെ ഒരു അന്വേഷണ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വന്ന വിവരങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ കഴിയണ്ടേ?
ഈ രാജ്യത്തെ ഇവിടുത്തെ ജനങ്ങളോട് ബാധ്യതയുണ്ടെങ്കിൽ, ഇവിടെ ഓഹരി നിക്ഷേപകരോട് ബാധ്യതയുണ്ടെങ്കിൽ ഇതിലൊരു വ്യക്തത വരുത്തുകയാണ് വേണ്ടത്. ശ്രീകൃഷ്ണദാസ്, ഞാൻ താങ്കളിലേക്ക് അല്ലല്ല, ഞാൻ ഒരൊറ്റ വാചകം പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അങ്ങ് സ്റ്റേറ്റ്മെന്റ് നടത്തി പോയാൽ അതിന് ബുദ്ധിമുട്ടുണ്ട്. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഒരു ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടോ മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാ ബിസിനസ്സുകാരും നിലനിൽക്കുന്നത്. അവർക്ക് കോൺഗ്രസ്സുകാരുമായി ബന്ധമുണ്ട്, അവർക്ക് CPM ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായി ബന്ധമുണ്ട്, അവർക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും ബന്ധമുണ്ട്, എല്ലാ ബിസിനസ്സുകാർക്കും ബന്ധമുണ്ട്. എല്ലാ ബിസിനസ് സംവിധാനങ്ങളെ സംബന്ധിച്ചും കോൺഗ്രസിന്റെ സംസ്ഥാന സർക്കാരുകൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അദാനിക്ക് നിക്ഷേപമില്ലേ? അദാനിക്ക് നിക്ഷേപം വേണ്ട എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല. അദാനിയിലേക്ക് മാത്രം കുറിച്ച് മാത്രമാണ് പറയുന്നത്. രണ്ടോ മൂന്നോ വ്യവസായികളിലേക്ക് മുഴുവൻ പ്രധാനപ്പെട്ട കരാറുകളും കൊടുക്കുന്നതിനെയാണ് പ്രതിപക്ഷം എതിർക്കുന്നത്. പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. താങ്കൾ BJPയുടെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും CPMന്റെ മുഖ്യമന്ത്രിമാരും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഇനി മറ്റ് സംസ്ഥാനങ്ങളടക്കം കേരളത്തിലുണ്ടല്ലോ. എന്താണ് സംശയം അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്? പക്ഷേ അദാനിയിലേക്ക് പല കരാറുകളും അദാനിയിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ തിടുക്കം, അദാനിക്ക് മാത്രമായി പല കരാറുകളും ഇതാണ് പ്രശ്നം. കേരളത്തിലെ തിടുക്കം കാണിച്ച ഉമ്മൻചാണ്ടിയാണെന്ന്. കേരളത്തിലെ തിടുക്കം കാണിച്ച ഉമ്മൻചാണ്ടിയാണ്. ശരി ശരി. Debate with Smriti Parthikad.